പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തണിന്റെ 4 ബിൽറ്റ് ഇൻ കളക്ഷൻ ടൈപ്പ് ആയിട്ടുള്ള ട്യൂപ്പിള്, ലിസ്റ്റ്, ഡിക്ഷണറി ആൻഡ് സെറ്റ്, ഇതിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതൊരു ചെറിയ എക്സാമ്പിൾ വെച്ച് ഇതിന്റെ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട്. അപ്പം ആദ്യം നമുക്കിത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു ബേസിക് വീഡിയോ ആണ് ഈ കളക്ഷൻ ഡാറ്റ ടൈപ്പിനെ പറ്റിയുള്ള. അപ്പോൾ ഇത് ശരിക്കും ഇത് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ മോർ ദാൻ വൺ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ കളക്ഷൻ ടൈപ്പുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കളക്ഷൻ ടൈപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ട്യൂപ്പിളാണ്. ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമുക്ക് ഫ്രൂട്ട്സിന്റെ പേര് ഇങ്ങനെ കോമായിട്ട് എൻ്റർ ചെയ്യാം. കോഡ്സ്, സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സ് യൂസ് ചെയ്യാം. ആപ്പിള്, ബനാന, ഗ്രേപ്പ്, ഓറഞ്ച്. നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യാം. ഇനി ഇതിന്റെ ടൈപ്പ് കൂടെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ടൈപ്പ് ഫ്രൂട്ട്സ്. അപ്പൊ നമുക്കിത് ഏത് ടൈപ്പാന്ന് ഇവിടെ കാണാം. ഇത് റൺ ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് റൺ ചെയ്യുക. ഇപ്പൊ നമുക്ക് കാണാം ഇവിടെ ആപ്പിള്, ബനാന, ഗ്രേപ്പ്, ഓറഞ്ച് നമ്മൾ എൻ്റർ ചെയ്ത ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലാസ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ട്യൂപ്പിളാണ്. ഇനി ഞാനിവിടെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പൊ ഞാനിവിടെ ആപ്പിൾ ഒന്നുകൂടെ എൻ്റർ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് കാണാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കുന്നുണ്ട്. കണ്ടല്ലോ. അപ്പം ഇതിൽ ആപ്പിള് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ലിസ്റ്റിൽ. ഇപ്പൊ ഇതാണ് നമ്മൾ ട്യൂപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡാറ്റ ടൈപ്പ് ആക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് ഇവിടെ ഈ ബ്രാക്കറ്റ് മാറ്റി കർലി ബ്രേസ് ഇട്ടാൽ മാത്രം, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. സോ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് ലിസ്റ്റ് ആയിട്ട് മാറുകയാണ്. നമുക്കൊന്ന് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്യുന്നു. ഇപ്പൊ ടൈപ്പ് ഇത് ലിസ്റ്റ് ആയിട്ട് മാറി. അതും ഡ്യൂപ്ലിക്കേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. കാണാലോ. നമുക്ക് അതേ ഓർഡറിൽ തന്നെയാണ് അതും വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സെറ്റാണ്. സെറ്റാണ് ഇതിന്റെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റി കർലി ബ്രാക്കറ്റ് ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾക്ക് കാണാം ആ ഓർഡർ മാറി. കാരണം ഇത് ഓർഡേഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേറ്റ് ചെയ്തു. ആപ്പിൾ എന്നുള്ളതിന് 2 എണ്ണം ഉണ്ടായിരുന്നു. അത് നമുക്ക് മുകളിലത്തെ ലിസ്റ്റ് കാണാം. ആപ്പിൾ 2 എണ്ണം ഉണ്ടായിരുന്നു. അതിവിടെ വന്നപ്പം അത് ഡ്യൂപ്ലിക്കേറ്റ് ഇത് അനുവദിക്കത്തില്ല. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിനകത്ത് സെറ്റ് എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കില്ല. അതേസമയം ട്യൂപ്പിളും ലിസ്റ്റും ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കും. ഇവിടെ നമുക്ക് ടൈപ്പ് കണ്ടോ, സെറ്റായിട്ട് മാറി. ഇനി ഞാൻ ഇതിനെ ഡിക്ഷണറി ആക്കുവാണ്. ഡിക്ഷണറി എൻ്റർ ചെയ്യുന്നതിന് കീ വാല്യൂ ആയിട്ടാണ്. ഞാനിവിടെ ഒരു ഇൻഡെക്സിങ് കൊടുക്കുവാണ്. 1, ഇതാണ് കീ എന്ന് പറയുന്നത്. 2, 3, 4, 5. സോ ഇത് എന്നിട്ട് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം ഇത് ക്ലാസ് ഡിക്ഷണറി ആയിട്ടുണ്ട്. ഇത് ഇവിടെ നമുക്ക് കാണാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർക്കുക, ഇത് ഡ്യൂപ്ലിക്കേറ്റ് കീപ്പ് ചെയ്യാത്തത് സെറ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സെറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഓർഡേഡ് അല്ല. അതുപോലെ അൺഇൻഡെക്സ്ഡും ആണ്, അൺഓർഡേഡും ആണ്. മറ്റേതിന് മറ്റുള്ള വ്യത്യാസം ഇതൊക്കെയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.